40 പേരുമായിട്ട് ആരംഭിച്ച ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഷോ ഇപ്പോൾ 36 പേരിൽ വന്ന് എത്തി നിൽക്കാണ്. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ 4 പേരാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം ഇല്ലാതെ തിരിച്ചു പോകുന്നത്. സ്വപ്നം ഇല്ലാതെ എന്നല്ല, സ്വപ്നം നഷ്ടപ്പെട്ട് തിരിച്ചിറങ്ങി പോകുന്നത്. അങ്ങനെ 4 പേര് പുറത്തായിരിക്കുകയാണ് എലിമിനേഷൻ പ്രോസസ്സിലൂടെ. ഈ 4 പേരുടെ എലിമിനേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഇൻജസ്റ്റിസ് ആയിരുന്നോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ജസ്റ്റിസ് ആയിരുന്നോ, ഇവർ 4 പേരും തന്നെയാണോ പുറത്തു പോകേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ 4 പേരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുമുണ്ട്. ജസ്റ്റിസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എന്ന് വെച്ചാൽ 40 പേര് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് ഇവരെ മുഴുവൻ കയറ്റിവിടാനായിട്ട് പറ്റില്ല. ഇവരിൽ നിന്ന് വളരെ ചുരുങ്ങിയ പേര് മാത്രമാണ് ബിഗ് ബോസ് ഷോയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എലിമിനേഷൻ പ്രോസസ്സ് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഇനിയും എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചകൾ ഒക്കെ ആയിട്ട് എലിമിനേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്ത് തുടക്കത്തിൽ പോയി 4 പേര്. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, നല്ല മത്സരാർത്ഥിയായിരുന്നു, അവര് ഔട്ടാക്കണ്ടായിരുന്നില്ല, അതിനേക്കാളും പഴമിഴുങ്ങികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നിട്ട് ഇവരെ 4 പേരെ എന്തിനു പുറത്താക്കി എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലർ ചോദിച്ചെന്ന് വരാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഈ 4 പേരെ ഇപ്പൊ ജഡ്ജസ് അവിടെ നിന്ന് പുറത്താക്കിയത് അവിടെ കൃത്യമായിട്ടുള്ള ഒരു പേര് അല്ലെങ്കിൽ വന്ന് ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുക, പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടന്റ് കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ അവരവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഈ 4 പേര് കൂടുതലായിട്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് കൂടുതൽ എന്നല്ല, ചെറിയൊരു ശ്രദ്ധ കാര്യമായിട്ട് തിരിക്കാൻ പറ്റാത്തവരെയാണ് ഈ 4 പേരെ പുറത്താക്കിയതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻജസ്റ്റിസ് ആണെന്ന് പറയാൻ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡ് ബാറ്റ് കൊടുത്തിട്ട് ഔട്ട് ഹൗസിൽ കുറച്ച് പേര് ഇരുത്തിയിരുന്നില്ലേ, അവരിൽ നിന്നല്ല പുറത്താക്കിയത് എന്നുള്ളതാണ് ഒരു ഇൻജസ്റ്റിസ് ആയിട്ട് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നോക്കുന്ന സമയത്ത് ഓക്കെയാണ്. ഇപ്പോൾ നമ്മുടെ രഞ്ജിനിയാണ് എല്ലാവരും എടുത്തടിച്ച പോലെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. ബാക്കി എല്ലാവരും ഇത്തിരി മയത്തിൽ ചെയ്യുന്ന സമയത്ത് രഞ്ജിനി ഭയങ്കര ഗുണമായിട്ട് ഇരുന്ന് ചിരിക്കും, പക്ഷേ വായിന് തോന്നിയതൊക്കെ ചില സമയത്ത് വിളിച്ചു പറയുകയും ചെയ്യും. അവരുടെ അടുത്ത് ഒരു മര്യാദ ഇല്ലാതെ ചില സമയത്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഇവിടെ 4 ഗ്രൂപ്പായിട്ട് ഇവരെ തിരിച്ചിട്ട് ഈ 4 ഗ്രൂപ്പിനും ക്യാപ്റ്റന്മാരെ കണ്ടെത്തി. അതായത് ടീം എയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ടാഷി ആയിരുന്നു, ടീം ബിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പ്രണവും, ടീം സിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അഭിറാമും, പിന്നെ ടീം ഡിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ലൊലിറ്റോ. ഇവരെ 4 പേരെ ക്യാപ്റ്റനായി തീരുമാനിച്ചു. ഇവർക്ക് 4 പേർക്കും കൂടി 4 ഗ്രൂപ്പിനും കൂടിയിട്ട് ഒരൊറ്റ ഗെയിം, അതായത് ഒരൊറ്റ ടാസ്ക് ആണ് നൽകിയത്. അതായത് ഓരോരുത്തരും വന്നിട്ട് സ്റ്റോപ്പ് വാച്ചിൽ വന്നിട്ട് ടാപ്പ് ചെയ്യുന്നു, ടാപ്പ് ചെയ്തിട്ട് ഇത്ര സെക്കൻഡുകൾ നിൽക്കുന്നു, എന്നിട്ട് ടാപ്പ് ചെയ്ത് വീണ്ടും നിർത്തി പോകുന്നു, അടുത്ത ആൾ വരുന്നു. അങ്ങനെ 10ാമത്തെ ആൾ വരുന്ന സമയത്ത് ഏകദേശം 60 സെക്കൻഡ് സമയമായിരിക്കണം. അങ്ങനെ ഏറ്റവും ആ 60 സെക്കൻഡിനോട് അടുത്ത് നിൽക്കുന്നവർ വിജയിക്കും, പുറകിൽ നിൽക്കുന്നവർ തോൽക്കും എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ ടീം എ അതിലെ ടാഷിയുടെ ഗ്രൂപ്പ് ഏകദേശം 44 സെക്കൻഡാണ് 10 പേര് ടാപ്പ് ചെയ്യാനായിട്ട് എടുത്തത്. അത് 44 സെക്കൻഡിനുള്ളിൽ 10 പേര് വന്നുപോയി. ടീം ബി എടുത്തത് 42.62 അതായിരുന്നു. ടീം സി ആണ്, അഭിറാമിന്റെ ടീമാണ്, 33 സെക്കൻഡില് അവര് കളി കഴിഞ്ഞു. അവരായിരുന്നു ഇതിൽ പരാജയപ്പെട്ട ടീം എന്ന് പറയുന്നത്. വിജയിച്ച ടീം എന്ന് പറയുന്നത് ടീം ഡി ആയിട്ടുള്ള ലോലിറ്റോയുടെ ടീമായിരുന്നു. 51 സെക്കൻഡ്, 51.18 ആ സെക്കൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ തോറ്റ ടീമിൽ നിന്ന്, ടീം സിയിൽ നിന്നാണ് 4 പേരെ പുറത്താക്കാനായിട്ട് അവർ തീരുമാനിച്ചത്. ഈ തോറ്റ ടീമിലുണ്ടായിരുന്ന ഇത് കിട്ടിയ ആൾക്കാരുണ്ടായിരുന്നില്ലേ, കഴുത്തില് നമ്മുടെ പെൻഡന്റ് കിട്ടിയവര്, ഈ പെൻഡന്റ് കിട്ടിയവരൊക്കെ തോറ്റ ടീമിൽ നിന്ന് ഈ പെൻഡന്റ് തിരിച്ചെടുത്തു. ഇൻഫിനിറ്റി പെൻഡന്റിന് ഇനി അവർക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇൻഫിനിറ്റി പെൻഡന്റ് തിരിച്ചെടുക്കുകയും ഈ തോറ്റ ടീമിൽ നിന്ന് 4 പേരെ പുറത്താക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ബാക്കിയുള്ളവർക്ക് ഒരു കഴിവ് കൊടുത്തു. അതായത് ബാക്കിയുള്ള ഗ്രൂപ്പിലെ എയും ബിയും ഡിയും അവിടെ ഇരിക്കുന്നവര്, അവരിൽ നിന്ന് ഒരാളെ പുറത്തു പോകാനായിട്ട് ഇവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. പക്ഷേ അവിടെ ഇവർക്കൊരു ഒത്തൊരുമില്ലാണ്ട് പോയി. ഇവര് പലരും പേരുകൾ മാറി മാറി പറഞ്ഞപ്പോൾ രഞ്ജിനിക്ക് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. നിങ്ങൾ ക്യാപ്റ്റന്മാരുണ്ട് അതിൻ്റെ ഉള്ളിൽ, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിന് സീരിയസ് ആയിട്ട് എടുക്കാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പലരും പേര് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ് രഞ്ജിനി ആകെ ഹൈയായി ഭയങ്കര സീനായി. എല്ലാവരുടെയും ഈ ഇൻഫിനിറ്റി പെൻഡന്റ് അങ്ങ് തിരിച്ചു വാങ്ങി രഞ്ജിനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് കണ്ടത്. അങ്ങനെ ഇൻഫിനിറ്റി പെൻഡന്റ് തിരിച്ചു വാങ്ങി രഞ്ജിനി. അപ്പോൾ എന്നിട്ട് അവര് എല്ലാവരും കൂടിയിട്ട് ഒരാളെ സെലക്ട് ചെയ്തിരുന്നു. അത് ആദ്യം ഒരു പൂജേനെ പറഞ്ഞു. പൂജേന എന്നിട്ട് സമ്മതിച്ചില്ല. പലരും കൈപ്പൊക്കിയ സമയത്ത് പൂജയുടെ പേരാകെ 1-2 പേര് പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അഫിയയുടെ ആയിരുന്നു. അഫിയയാണ് ഇവര് ഡേഞ്ചർ സോണിലേക്ക് കൊണ്ടുവന്ന് ഇട്ടത്.
പക്ഷേ ഡേഞ്ചർ സോണിലേക്ക് അഫിയ വന്നെങ്കിലും അഫിയ പോവോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ടീം സിയിൽ നിന്നുള്ള എല്ലാവരും നിരന്ന് നിന്നുകൊണ്ട് ഈ അഫിയ അടക്കം നിന്നുകൊണ്ട് അങ്ങനെ അതിൽ നിന്നും 4 പേരാണ് പുറത്തേക്ക് പോയത്. അതില് പോയ ആൾക്കാരെന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, ബിജു എന്ന് പറഞ്ഞിട്ട്, ആ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എവിക്റ്റ് ആയ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമായിട്ടുള്ള കണ്ടന്റോ എന്തെങ്കിലും ഒരു പ്രത്യേകതയൊന്നും നമുക്ക് പ്രേക്ഷകരുടെ ഇടയിലേക്ക് തരാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്കിപ്പോ 2 ദിവസം കൊണ്ട് ഇവരെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവര് തന്നെ ജഡ്ജസ് തന്നെ പറയുന്നുണ്ട് 2 ദിവസം കൊണ്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്താക്കിയത്. പിന്നൊന്ന് പോയത് നമ്മുടെ ആരാധ്യ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല, ആരാധ്യയാണ് പോയത്. ആരാധ്യ ഭയങ്കര കരഞ്ഞ് സീനാക്കി വിഷമിച്ചൊക്കെയാണ് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നില്ല. ആരാധ്യനെ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പരിചയപ്പെടുന്ന സമയത്തും ആരാധ്യ കരച്ചിൽ തന്നെയായിരുന്നു. ആ കരച്ചിൽ ഇവിടെയും കാണിച്ചു എന്നല്ലാതെ ആരാധ്യക്കും അതിൻ്റെതായ സ്പേസ് ഒന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ആരാധ്യ ഇപ്പൊ പുറത്തു പോയതിൽ ഇപ്പൊ അത്ര വലിയ പ്രോബ്ലം ഉണ്ടായിട്ട് തോന്നിയില്ല. പിന്നെന്ന് പറയുന്ന ഒന്ന് നിതിൻ, പുറത്തുപോയ മറ്റൊരു മത്സരാർത്ഥി എന്ന് പറയുന്നത് നിതിനായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് 4ാമതായിട്ട് പുറത്തായ മത്സരാർത്ഥിയായിരുന്നു രാഷ. ആ രാഷയാണ് പിന്നെയും പുറത്തേക്ക് പോവാനായിട്ട് അത്ര യോഗ്യത കുറവുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയത്. രാഷ അത്യാവശ്യം സംസാരിക്കുകയും ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അഫിയ ഡേഞ്ചർ സോണിൽ നിന്ന് സേഫ് സോണിലേക്ക് പോവുകയും ചെയ്തു. ഈ 4 പേരാണ് പോയത്. അപ്പോൾ ഈ റാഷ പോയ സമയത്ത് റാഷയ്ക്ക് ഭയങ്കര വിഷമമായി. റാഷ പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ അത് ടീം ക്യാപ്റ്റൻ മൂലമാണ് എന്ന് അവിടെ പറയുകയും ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടീമിന്റെ ആ ഗെയിം കളിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും 5 സെക്കൻഡ് വെച്ച് ടാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് അവിടെ ടീം ക്യാപ്റ്റൻ മാത്രം ഒരു തീരുമാനം എടുത്തു. എല്ലാവരും ഓരോ സെക്കൻഡ് വെച്ച് ചെയ്യേ, ഏറ്റവും ലാസ്റ്റ് വരുന്ന ആള് മാത്രം കൂടുതൽ സെക്കൻഡ് വെച്ച് ചെയ്യുക എന്നുള്ള ഒരു ഇതില് സ്വന്തമായിട്ട് തീരുമാനം എടുത്തു. ബാക്കിയുള്ള എല്ലാവരുടെയും തീരുമാനത്തെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഞാൻ പുറത്തു പോകുന്നത് ക്യാപ്റ്റൻ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റാഷി ഭയങ്കര വിഷമിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. എല്ലാവരും ആ ടീമിലുള്ള ഒട്ടുമിക്ക പേരും ക്യാപ്റ്റന്റെ എതിരെ തിരിഞ്ഞു, അതായത് അബ്രാമിന്റെ എതിരെ തിരിഞ്ഞു. അടുത്ത തവണ അബ്രാമിന് അതുകൊണ്ട് ഒരു 8ന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രാമിന്റെ ആ ഒരു തീരുമാനം എല്ലാവരും യോജിക്കാണ്ട് എല്ലാവരും അബ്രാമിനെ എതിർക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അബ്രാമിന് അടുത്ത തവണ എന്തായാലും ഒരു 8ന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്ന് വരുന്ന എപ്പിസോഡിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. കൂടുതലായിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ് വരുന്ന സമയത്ത് വരാം. ഓക്കെ, ബൈ.